Dear students, next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീവ് സാലറി ഓർ എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവാണ് കേട്ടോ. അപ്പോൾ എല്ലാ പേഴ്സണും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ മിനിമം ഇത്ര പെയ്ഡ് ലീവ് ഉണ്ടാവും. അപ്പോൾ ആ ലീവ് നമുക്ക് ഫുൾ എടുക്കാൻ വേണമെങ്കിൽ, അല്ലാത്ത ലീവ് എടുക്കേണ്ട ആവശ്യമില്ലാത്തവർ ചിലപ്പോൾ അത് എടുക്കാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കാതെ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് എൻഗേജ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് എങ്ങനെയൊക്കെയാണ് ടാക്സ് ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ലീവ് സാലറി ഓർ എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. അപ്പോൾ സർവീസിൻ്റെ ഇടയിൽ തന്നെ നമ്മളത് എൻഗേജ് ചെയ്താൽ ഫുള്ളി ടാക്സബിളാണ്. നമ്മൾ സാലറി എന്നുള്ള ഹെഡിൽ ഫുള്ളി ടാക്സബിളാണ്. പിന്നെ നമ്മൾ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബ്ലത്തിൽ വരുന്നത്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസ്, നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് അങ്ങനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യും. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഫുള്ളി എക്സംപ്റ്റാണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് 4 കണ്ടീഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ സാലറി പെർ ഡേ ഇൻറ്റു അൺയൂട്ടിലൈസ്ഡ് ലീവ്. മാക്സിമം ഒരു വർഷം നമുക്ക് 30 ദിവസം ലീവ് അങ്ങനെ ഇതിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ദെൻ പിന്നെ ആവറേജ് സാലറി പെർ മന്ത് ഇൻറ്റു 10 മന്ത്. ദെൻ പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ദെൻ എമൗണ്ട് സ്പെസിഫൈഡ് ബൈ ദി ഗവൺമെൻറ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ഉണ്ട്. നമ്മൾ ഗ്രാറ്റുവിറ്റിയിലൊക്കെ 20 lakhs പറഞ്ഞ പോലെ ഇതിലൊരു സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ഉണ്ട് 3 lakhs. അപ്പോൾ ഇവിടെ ബേസിക് സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി പ്ലസ് DA ഫോംസ് ഓഫ് പാർട്ട് ഓഫ് പേ അല്ലെങ്കിൽ DP അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പറയുന്ന DA ആണെങ്കിൽ അത് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. 4 കണ്ടീഷൻ ഉണ്ട്. സാലറി ഇൻറ്റു ബാലൻസ് ഉള്ള ലീവ്, ആവറേജ് സാലറി പെർ മന്ത് ഇൻറ്റു 10 മന്ത്, ആക്ച്വൽ എമൗണ്ട് എൻഗേജ്ഡ് ഓർ റിസീവ്ഡ്, എമൗണ്ട് സ്പെസിഫൈഡ് ബൈ ദി ഗവൺമെൻറ്. ഇവിടെ സാലറി പെർ ഡേ അല്ലെങ്കിൽ സാലറി പെർ മന്ത് ഇൻറ്റു ബാലൻസ് അങ്ങനെ എത്ര പിന്നെ ബാലൻസ് ആണ് ലീവ് ബാക്കിയുള്ള അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ എൻഗേജ്മെൻറ്റ് മോർ ദാൻ 1 എംപ്ലോയർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, മോർ ദാൻ 1 എംപ്ലോയർ എടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. ലീവ് സാലറി പെയ്ഡ് ടു ലീഗൽ ഹെയർ. ഇപ്പോൾ എംപ്ലോയർ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടുന്ന ബാക്കി ലീഗൽ നിയമപരമായിട്ടുള്ള അവകാശികൾ കിട്ടുന്ന എന്താണ് ഫുള്ളി എക്സംപ്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 2 കേസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെ വരാറില്ല. പ്രോബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 4 കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക പ്രോബ്ലം. ശ്രീ ഗണേഷ് വാസ് എ മാനേജർ ഇൻ എ കമ്പനി. He took premature retirement from service on 1st October 2020 after completing 26 years of service. His average salary for last 10 months was 8,890 and he was getting DA of rupees 800 per month, which was treated as a salary for the purpose of retirement benefit. അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ സാധാരണ DA അല്ല അല്ലേ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് കൺസിഡർ ചെയ്യുന്ന DA ആണ്. DPനെ പോലെ തന്നെയാണ് അല്ലേ. ദെൻ he had availed 19 months earned leave while in service on the basis of 30 days leave for every year. He was paid rupees 58,100 as salary and 55,600 as DA ഫോർ ദി. പിന്നെ അയാളെ ലീവ് അവൈൽ ആയിട്ടുള്ളതിന് കിട്ടിയ എമൗണ്ട്, ലീവ് എൻഗേജ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് കേട്ടോ. ലീവ് എടുക്കാത്തതിന് കിട്ടിയ എമൗണ്ടാണ് 58,200 സാലറിക്കും 5,600 DAക്കും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തതാണ് ലീവ് എൻഗേജ്മെൻറ്റ്. കമ്പ്യൂട്ട് ദി എമൗണ്ട് എക്സംപ്റ്റ് റിഗാർഡിംഗ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. അപ്പോൾ ഇയാൾക്ക് എത്ര വർഷത്തെ സർവീസാണ്? 26 വർഷത്തെ സർവീസ്. 8,890 800 Dയും അങ്ങനെ 9,690 ഒരു മാസത്തെ സാലറി ഉണ്ടാവും. അയാൾ 26 വർഷം ഓരോ മാസത്തേക്ക് ലീവ് ഉണ്ടാവും. അപ്പോൾ 26 മാസത്തെ ലീവ് കിട്ടേണ്ടതാണ്. പക്ഷേ അയാൾ 19 മാസത്തെ ലീവ് എടുത്തിട്ടുള്ളൂ. ബാക്കി 7 മാസത്തെ അത് അയാൾക്ക് എന്ത് ചെയ്യാം, എൻഗേജ് ചെയ്യാം. അതിന് കമ്പനി അയാൾക്ക് കൊടുത്തത് 63,700 ആണ്. ഈ 63,700 കിട്ടിയത് നമുക്കറിയാം DA ഇനത്തിൽ 5,600 സാലറി ഇനത്തിൽ 58,100 കിട്ടിയതാണെന്നല്ലേ. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. ലീവ് ഫോർ 26 ഇയേഴ്സ് 26 മന്ത് ലീവ് കിട്ടും. അയാൾ 19 മന്ത്സാണ് ലീവ് എടുത്തത്. അപ്പോൾ അയാൾക്ക് ബാക്കി ലീവ് എത്ര ഉണ്ടായിരുന്നു? 7 മന്ത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ബാലൻസ് ഉള്ള ലീവിനെ നമ്മൾ എന്ത് ചെയ്തു, സാലറി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ
8,890. ഈ ഡി എ ആഡ് ചെയ്യാം, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനുള്ള ഡി എ ആയതുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 9,690 കിട്ടും. അത് ഇൻറ്റു 7 ചെയ്താൽ 67,830. ദെൻ 10 month ആവറേജ് സാലറി. 10 month ആവറേജ് സാലറി പറയുമ്പോൾ ഒരു മന്തിൻ്റെ പിന്നെ ആവറേജ് സാലറി ഇൻറ്റു 10 month ആണ് അല്ലേ. ഒരു മന്തിൻ്റെ സാലറി എന്ന് പറയുമ്പോൾ 9,690 ഇൻറ്റു 10, 96,900. മാക്സിമം എക്സംഷൻ ലിമിറ്റ് 3 lakh. എമൗണ്ട് റിസീവ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 58,100 5,600 കൂടെ ആഡ് ചെയ്ത് 63,700. ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് നമുക്ക് ടാക്സിന് ഒഴിവ് കിട്ടുക. അപ്പോൾ ഈ പ്രോബ്ലം നോക്ക്. ഫസ്റ്റത്തെ കണ്ടീഷനിൽ 67,830, സെക്കൻഡത്തെ കണ്ടീഷനിൽ 96,900, തേർഡ് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് 3 lakh, ഫോർത്ത് ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്ത് 63,700. അപ്പോൾ ഇതിൽ ഏതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് അതാണ് ടാക്സിന് എക്സംഷൻ കിട്ടുക. അപ്പോൾ ഏറ്റവും ചെറിയ എമൗണ്ട് ആക്ച്വൽ റിസീവ് ചെയ്യുന്ന എമൗണ്ടാണ്. അപ്പോൾ ഫുള്ളി അയാൾക്ക് എന്താണ് എക്സംപ്റ്റഡ് ആട്ടോ. അപ്പോൾ ഇവിടെ ടാക്സ് കൊടുക്കണ്ട. ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ 63,700 മൈനസ് ഏറ്റവും ചെറിയ എമൗണ്ട് ആക്ച്വൽ കിട്ടിയെന്ന് ഏറ്റവും ചെറിയ എമൗണ്ട്, ഈ കണ്ടീഷനിൽ ഏറ്റവും ചെറിയ എമൗണ്ട് അല്ലേ ഡിഡക്റ്റ് ചെയ്യുക നമ്മൾ. അപ്പോൾ ഏറ്റവും ചെറിയ എമൗണ്ട് പറയുമ്പോൾ ആക്ച്വൽ കിട്ടുന്നതിനാണ്. അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ അയാൾ ഇതിൽ ടാക്സ് കൊടുക്കണ്ട. ഇത് നെക്സ്റ്റ് ആണ് പിന്നെ കോമ്പൻസേഷൻ ഫോർ റിട്രെഞ്ച്മെൻറ്റ്. റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ എംപ്ലോയിൻ്റെ റീസൺ കൊണ്ടല്ല അയാൾ എന്ത് ചെയ്യുന്നത് കമ്പനിയിൽ നിന്ന് പോരുന്നത്. പക്ഷേ കമ്പനിക്കും അൺകൺട്രോളബിൾ ആയിട്ടുള്ള റീസണും ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എംപ്ലോയിനെ പിരിച്ചുവിടും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കൊറോണ സിറ്റുവേഷനിൽ ചില കമ്പനികളൊക്കെ നഷ്ടത്തിൽ വരും. അപ്പോൾ അത്രത്തോളം എംപ്ലോയീസ് വേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഇനി എക്കണോമിക് ക്രൈസിസ് വരുമ്പോഴൊക്കെ എംപ്ലോയീസിനെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ കോമ്പൻസേഷൻ കിട്ടും. അതിലും എന്താണ് ടാക്സബിൾ എമൗണ്ട് അല്ലാത്ത പിന്നെ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് തീരുമാനിക്കണം. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും നമ്മൾ 3-4 കണ്ടീഷൻ പറയും. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സംപ്റ്റഡ് അങ്ങനെ പറയും. ഗ്രാറ്റുവിറ്റിയിൽ, HRAയിൽ എല്ലാത്തിലും അങ്ങനെ തന്നെ നമ്മൾ പറയില്ല അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്, അതിൽ 4 കണ്ടീഷൻ പറഞ്ഞു. ചെറിയ എമൗണ്ട് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഇവിടെ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ അല്ലേ, കമ്പനീൻ്റെ എംപ്ലോയിൻ്റെ കൺട്രോളിലല്ലാത്തൊരു കാര്യം കൊണ്ട് നമ്മൾ തിരിച്ച് കമ്പനിയിൽ നിന്ന് പോരണം. അപ്പോൾ കിട്ടുന്ന നഷ്ടപരിഹാരത്തിന് അതിൻ്റെ കണ്ടീഷൻ നോക്കുക. ആക്ച്വൽ എമൗണ്ട് റിസീവ്, ഒന്നെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, അത് എല്ലാ കണ്ടീഷനിലും ഉണ്ടല്ലേ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. സെക്കൻഡ് കണ്ടീഷൻ 15 days ആവറേജ് പേ ഫോർ എവറി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months. 15 ദിവസത്തെ പിന്നെ ശമ്പളം എല്ലാ വർഷം എത്ര സർവീസാണോ അയാൾക്ക് അവിടെ ഉള്ളത് ആ 10 വർഷത്താണ് 10 ഇൻറ്റു ഹാഫ് മന്ത് സാലറി. ഇനി എക്സസ് 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റൗണ്ട് ചെയ്യും. പിന്നെ എമൗണ്ട് സ്പെസിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ₹5 lakh. ഒരു സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ഉണ്ട്, അത് 5 ലക്ഷമാണ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 15 days ആവറേജ് പേ ഫോർ എവറി കംപ്ലീറ്റ് ഇയേഴ്സ് ഓഫ് സർവീസസ്. എമൗണ്ട് സ്പെസിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് ₹5 lakh. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് പിന്നെ മന്ത്ലി സാലറി ആണെങ്കിൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് ലാസ്റ്റ് 3 months ബേസിൽ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇവിടെ പ്രോബ്ലം നോക്കാം. മിസ്റ്റർ എസ് ഖാൻ ഈസ് എംപ്ലോയിഡ് ആസ് വർക്കർ ഇൻ എ ഫാക്ടറി ഓൺ എ മന്ത്ലി സാലറി ഓഫ് ₹10,000. On 1st August 2020, his service were retrenched on account of closure of business. ബിസിനസ് ക്ലോസ് ചെയ്തുകൊണ്ട് എന്താണ് അയാൾ അവിടുന്ന് പോരേണ്ടി വന്നു. 10,000 രൂപ മാസം ശമ്പളം ഉണ്ടായിരുന്നു. ഹി സർവ്ഡ് ദ എംപ്ലോയർ ഫോർ 10 years. 10 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു ഇയാൾക്കല്ലേ. ഹി റിസീവ്ഡ് എ കോമ്പൻസേഷൻ ഓഫ് ₹40,000 ഫ്രം ഹിസ് എംപ്ലോയർ. പോന്നപ്പോൾ 40,000 കിട്ടി. ഓൺ 1st December 2020 he got another appointment on a monthly salary of ₹8,800. On 1st February 2021, in order to meet the expenses of his daughter's marriage, he received an advance of 4 months salary and also took a loan of ₹10,000 from his employer for this purpose.
His income from salary for the assessment year is 2000. What is the income from salary for the assessment year 2021-22, assuming all that salary is due on the first of next month? അപ്പോൾ ഇവിടെ നമ്മളോട് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ ഇവിടെ ചോദിച്ചെങ്കിലും അതിൻ്റെ കൂടെ വേറെയും കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. അയാൾ പിന്നെ ഫാക്ടറിയിലിരുന്നു, പിന്നെ 1 ഓഗസ്റ്റിൽ റിട്ടേൺ ചെയ്തു അല്ലേ. 1 ഓഗസ്റ്റിൽ റിട്ടേൺ ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ മാർച്ച് 31 ഒരു അസസ്മെൻറ്റ് ഇയർ ക്ലോസ് ചെയ്യുന്ന ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അല്ലേ. 5 മാസം വരെ ആ കമ്പനി പൂട്ടിയിട്ടില്ല അല്ലേ. ആ വർഷത്തിൽ 5 മാസം വരെ അയാൾ എന്താണ് അവിടെ വർക്ക് ചെയ്തു. 5 മാസത്തിന് ശേഷമാണ് അയാൾ എന്ത് ചെയ്തത്, പോകുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, അയാൾക്ക് പോന്നപ്പോൾ 40,000 കിട്ടി റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനായിട്ട്. പക്ഷേ ഡിസംബർ 1 അയാൾക്ക് എന്താണ് വേറൊരു കമ്പനിയിൽ ജോലി കിട്ടി. 8,800 രൂപയാണ് അയാൾക്ക് സാലറി കിട്ടിയത് അല്ലേ. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അല്ലേ, അങ്ങനെ അയാൾക്ക് അടുത്ത ഇതിൽ ജോലി കിട്ടി. Then on 1st February 2020, not to meet the expenses of daughter's marriage, he received advance of 4 month salary. അയാൾക്ക് എന്തായി, അയാൾ 4 month സാലറി എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അയാൾ പുതിയ കമ്പനിയിൽ ഡിസംബറിൽ ജോലി ചെയ്തു. ശമ്പളം ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തെ ശമ്പളം അയാൾക്ക് അവിടെ നിന്ന് കിട്ടും. 1 മാസത്തെ ശമ്പളം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ മൊത്തത്തിൽ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യും വേണം. പുറമെ അയാളെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ, അസ്യൂമിങ് ദാറ്റ് വാട്ട് ഈസ് ഇൻകം ഫ്രം സാലറി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ. 2021-22 അസസ്മെൻറ്റ് ഇയറിൽ അയാൾക്ക് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിൽ എന്തെല്ലാം കിട്ടിയിട്ടുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ്റെ കണ്ടീഷൻസ് നോക്കുക എന്തൊക്കെയാണ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്, 15 days average salary for every completed years of services, amount specified by the സെൻട്രൽ ഗവൺമെൻറ്. ഈ 3 കണ്ടീഷനുകൾ അതിൽ ഏതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് അത് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഹാഫ് മന്ത് ആവറേജ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ക്വസ്റ്റ്യനിൽ നോക്കുക, അയാൾക്ക് എത്രയും ആദ്യത്തെ എംപ്ലോയറുടെ ശമ്പളം 10,000 രൂപയെന്നു അല്ലേ. അയാൾക്ക് എത്ര വർഷം വർക്ക് ചെയ്തു എന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞ് 10 വർഷം. അപ്പോൾ 10,000-ൻ്റെ 1 മാസത്തിന് 10,000 ആണെങ്കിൽ 15 ദിവസത്തിന് 5,000. അപ്പോൾ 5,000 × 10 വർഷം 10, അപ്പോൾ 50,000. പിന്നെ എമൗണ്ട് നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെൻറ്. 3 കണ്ടീഷനാണ് അതിൻ്റെ. ഒന്ന് ഫസ്റ്റ് ഹാഫ് മന്ത് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. സെക്കൻഡ് എമൗണ്ട് നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. തേർഡ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഫസ്റ്റ് എമൗണ്ട് കിട്ടി 50,000. എമൗണ്ട് നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെൻറ് 5 lakh. പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്ത് എത്ര, 40,000 അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ എമൗണ്ട്, ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഹാഫ് മന്ത് സാലറി ഫോർ എവറി കംപ്ലീറ്റ് ഇയേഴ്സ് ഓഫ് സർവീസ് ചെയ്യുമ്പോൾ 50,000 കിട്ടും. എമൗണ്ട് നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെൻറ് 5 ലക്ഷമാണ്. ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് 40,000. ആ 40,000 ക്വസ്റ്റ്യനിൽ നേരിട്ട് പറയുന്നുണ്ട്. അപ്പോൾ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എന്നുള്ളതിൽ ഈ 3 കണ്ടീഷനിൽ ഏറ്റവും ചെറുതാണ് എക്സംഷൻ കിട്ടുക. അപ്പോൾ ഏറ്റവും ചെറുത് എന്താണ്, ആക്ച്വൽ എമൗണ്ട് റിസീവ് ആണ്. അപ്പോൾ അയാൾ എന്താണ്, ടാക്സ് കൊടുക്കേണ്ടതില്ല. ഏറ്റവും ചെറിയ എമൗണ്ട് ആക്ച്വൽ കിട്ടിയ എമൗണ്ടാണ്, പിന്നെ ഒന്നും കുറക്കാനൊന്നുമില്ല. ഫുള്ള് കിട്ടിയ എമൗണ്ട് ഏറ്റവും ചെറുതാകുമ്പോൾ ഫുള്ളിനും അയാൾ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്തത് ഫുൾ. അപ്പോൾ ടാക്സബിൾ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനിൽ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നില്ലാണ് അല്ലേ. ദെൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, അയാളോട് മൊത്തം സാലറി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കുക, സാലറി ഫ്രം ദി ഫോർമർ എംപ്ലോയർ. അതായത് അയാൾ 1 ഓഗസ്റ്റിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ 31 മാർച്ച് വരെ ഒരു വർഷം, അടുത്ത വർഷം ഏപ്രിൽ തുടങ്ങും. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുതൽ 31 മാർച്ച് വരെ ഒരു വർഷം. അപ്പോൾ 1 ഓഗസ്റ്റ് 2021 മുത
അയാൾക്ക് പിന്നെ 5 മാസത്തെ ശമ്പളം കിട്ടും. അപ്പോൾ പിന്നെ 10,000 ഇൻറ്റു 5. ദെൻ ഇപ്പോഴത്തെ എംപ്ലോയീൻ്റെ അടുത്ത് അയാൾ കയറി ഡിസംബറിലാണ് കയറിയാൽ അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തെ ശമ്പളം അയാൾക്ക് കിട്ടും. 8,800 ഇൻറ്റു 3. പിന്നെ അയാൾ അഡ്വാൻസ് ആയിട്ട് 4 മാസത്തെ ശമ്പളം വാങ്ങിയെന്ന് പറയുന്നുണ്ട്. ഫെബ്രുവരിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ പിന്നെ അഡ്വാൻസ് ആയിട്ട് 4 മാസത്തെ ശമ്പളം വാങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 മാസത്തെ ശമ്പളത്തിന് പുറമെ എന്താണ് അയാൾ 4 മാസത്തെ ശമ്പളം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്വാൻസ് സാലറി 3 ഇൻറ്റു 8,800 കൊടുക്കാൻ കാരണം എന്താ, ഫെബ്രുവരിയിലാണ് വാങ്ങുന്നത് അല്ലേ. അപ്പോൾ മാർച്ചത്തെ ശമ്പളം അയാൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ മൂളത്തിയിൽ കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലായോ? അയാൾ ഫെബ്രുവരിയിൽ 3 മാസത്തെ ശമ്പളം അഡ്വാൻസായി വാങ്ങി എന്ന് പറഞ്ഞു. ഫെബ്രുവരിയിൽ 3 മാസത്തെ ശമ്പളം അഡ്വാൻസായി വാങ്ങി എന്ന് പറയുമ്പോൾ അതിൽ മാർച്ചത്തെ ശമ്പളം ഇൻക്ലൂഡ് ചെയ്തു. അത് നമ്മൾ മൂളത്തിയിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നെ അവിടെ നമ്മൾ 3 കൊടുത്തത്. അപ്പോൾ അത് 26,400 കിട്ടും. അപ്പോൾ പിന്നെ കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെൻറ്റിന് ഇല്ലാണ്, 0 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ മൊത്തം നമുക്ക് എന്ത് കിട്ടും, പിന്നെ ഗ്രോസ് സാലറി, ടോട്ടൽ സാലറി എന്ന് പറയുമ്പോൾ 1,02,800. അതായത് ഫസ്റ്റ് സാലറി ഫ്രം ദി ഫോർമർ എംപ്ലോയർ, പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റത്തെ ശമ്പളം, പിന്നെ പ്രസൻറ്റ് എംപ്ലോയർ 3 മാസത്തെ ശമ്പളം ഓൾറെഡി ഉള്ളത്, 3 മാസത്തെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്. 4 മാസത്തെ അഡ്വാൻസായി വാങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിലും 1 മാസത്തെ മാർച്ചത്തെ ആയതുകൊണ്ടാണ് ഇവിടെ 3 കൊടുത്തത്. മറ്റേതിൽ ആ 3 അത് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ്. എല്ലാം കൂടെ ആഡ് ചെയ്തുമ്പോൾ നമുക്ക് 1,02,800 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതിലാർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയം വരാനുള്ള വഴിയൊന്നുമില്ല. ഇവിടെ 4 മാസം അഡ്വാൻസ് വാങ്ങിയിട്ട് എന്തുകൊണ്ട് 3 മാസം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം 3 മാസം എന്ന് പറയുമ്പോൾ ഒന്ന് ഫെബ്രുവരിയിലാണ് അയാൾ അഡ്വാൻസ് വാങ്ങിയത്, അത് മാർച്ചത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ സാലറി ഫ്രം ദ പ്രസൻറ്റ് എംപ്ലോയറിൽ 3 മാസത്തെ, അതായത് ഡിസംബറിൽ അയാൾ ജോയിൻ ചെയ്താൽ അയാൾക്ക് ശമ്പളം എപ്പോഴാണ് കിട്ടുക, ജനുവരി 1 കിട്ടും, ഫെബ്രുവരി 1 കിട്ടും, മാർച്ച് അങ്ങനെ. അതുകൊണ്ടാണ് അവിടെ 3 എടുക്കാതിരുന്നതെന്ന് മനസ്സിലാക്കണം, 4 എടുക്കാതിരുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിലെന്തുള്ളത്, കോമ്പൻസേഷൻ ഫോർ റിട്രെഞ്ച്മെൻറ്റ്. ഈ 3 കണ്ടീഷൻ വെച്ചിട്ട് ഉള്ള പ്രോബ്ലം മനസ്സിലാക്കുക. നമ്മൾ എക്സ്ട്രാ ടെക്സ്റ്റിൽ ഇങ്ങനെ പ്രോബ്ലം വന്നുകൊണ്ട് അതും കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ചിലപ്പോൾ എന്താണ് നമ്മൾ ലീവ് സാലറിയിലും അങ്ങനെ വരും, ഇത്ര മാസത്തെ ശമ്പളം. അത് നമ്മൾ ഏതാണോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ കണ്ടീഷൻ നമ്മൾ HR ഒക്കെ എന്താണ് പ്രോബ്ലത്തിൻ്റെ ഇടയിൽ അങ്ങനത്തെ പ്രോബ്ലം വരാറുണ്ടായിരുന്നു അല്ലേ. അതേപോലെ നമ്മൾ ഇതും അങ്ങനെ തന്നെ ചെയ്യാം. ഇത് നമ്മളെ സാലറി എന്നുള്ളതിൽ ലാസ്റ്റ് പാർട്ടാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലം അങ്ങനെ കാണാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം സാലറിയിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ചോദിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ട് അലവൻസസുകൾ തന്നെ ഉണ്ട്, എന്നാലും നമ്മൾ സിലബസിലുള്ളതാണ്, നമ്മൾ ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. ഗ്രാറ്റുവിറ്റി വരെ എന്തായാലും എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ ഈ ഒരു 3 കാര്യങ്ങളുണ്ട്. പിന്നെ ലീവ് സാലറി, കോമ്പൻസേഷൻ റിട്ടയർമെൻറ്റ്, പിന്നെ റിട്രെഞ്ച്മെൻറ്റ്, കോമ്പൻസേഷൻ വോളണ്ടറി റിട്ടയർമെൻറ്റ്. 4 മാർക്കിൻ്റെ പാർട്ടിലാണ് അധികം ചോദിക്കാറുള്ളത്. മിക്സഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളിന്ന് 3 ടൈപ്പ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്, പിന്നെ റിട്രെഞ്ച്മെൻറ്റ്, കോമ്പൻസേഷൻ വോളണ്ടറി റിട്ടയർമെൻറ്റ്. അപ്പോൾ ഈ 3 കാര്യം സിമ്പിളായിട്ട് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ VRS വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമും കൂടെ കഴിഞ്ഞാൽ നമ്മളെ സാലറി എന്നുള്ള ചാപ്റ്റർ തീർന്നു. അതാണ് 3 ഒന്നിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ലെങ്തി ആവും, എന്നാലും എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ നോട്ടൊന്നും നമ്മൾ അന്നാന്ന് വെള്ളിയാഴ്ച നിങ്ങൾ 2 ദിവസം നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ടല്ലോ എക്സ്ട്രാ, അതിനനുസരിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 3 കൂടെ ഒന്നിച്ചെടുത്ത്. പിന്നെ ചാപ്റ്റർ കഴിയാൻ പിന്നെ ഒറ്റൊരു പാർട്ട് മാത്രം ബാക്കി വിട്ടാൽ പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ കൂടെ അത് മിക്സായി വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതാണ് ഇത് ഒന്നിച്ച് പറഞ്ഞത്.
അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പിന്നെ എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്, സെക്കൻഡ് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, തേർഡ് കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്. അപ്പോൾ കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ് VRS എന്ന് പറയും, VRS വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം. അപ്പോൾ കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഇത് പറഞ്ഞ പോലെ 4 കണ്ടീഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് അതാണ് നമുക്ക് എക്സംഷൻ കിട്ടുക. അതിൽ ഫസ്റ്റ് വൺ എമൗണ്ട് ഈക്വലൻ്റ് ടു 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. 3 മാസത്തെ ശമ്പളം ഓരോ കംപ്ലീറ്റഡ് ഇയറിനും. പിന്നെ സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ ബാലൻസ് മന്ത് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് ഓർ ഓൺ സൂപ്പർ ആനുവേഷൻ. സൂപ്പർ ആനുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആരും ഇതാവേണ്ട, റിട്ടയർമെൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. അതായത് നമ്മൾ സ്വന്തമായിട്ട് പിരിഞ്ഞ് പോരുകയാണ്, റിട്ടയർ ആവാനുള്ള പ്രായം ആവാതെ നമ്മൾ സ്വന്തമായിട്ട് പിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ബാക്കി ബാലൻസ് എത്ര മന്താണോ നമുക്കുള്ളത് അതേറ്റവും എന്ത് ചെയ്യുക, സാലറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് 60 വയസ്സായിട്ടാണ് റിട്ടയർമെൻറ്റ്, ഞാൻ 40 വയസ്സാകുമ്പോൾ തന്നെ സ്വന്തം വിരമിച്ച് പോവുക, ബാക്കി 20 വർഷത്തെ സർവീസ് ഉണ്ടാവും. അതിന് നമ്മൾ മന്ത്ക്ക് കൺവേർട്ട് ചെയ്ത് ആ സാലറി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, ദെൻ മാക്സിമം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 lakh. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, VRS എല്ലാവർക്കും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ കണ്ടീഷൻസ് ഒന്ന് നോക്കുക. VRS അപ്ലൈസ് ടു ആൻ എംപ്ലോയി ഓഫ് ദ കമ്പനി ഹു ഹാസ് കംപ്ലീറ്റഡ് 10 years ഓഫ് സർവീസസ് ഓർ 40 years. ഒന്നെങ്കിൽ ആ കമ്പനിയിൽ 10 വർഷം കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ 40 വയസ്സാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് VRS കിട്ടുള്ളൂ. ഇറ്റ് അപ്ലൈസ് ടു ഓൾ എംപ്ലോയീസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ഡയറക്ടേഴ്സിന് എല്ലാത്തവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. Then it has been drawn to result in overall reduction in the existing strength of the employees of the company. കമ്പനീൻ്റെ എംപ്ലോയീസിനെ കുറക്കാൻ വേണ്ടി നമ്മൾ BSNL ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. Then vacancy caused by the VRS is not to be filled up. VRS കൊണ്ട് വന്ന വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റില്ല. കാരണം VRS കൊടുക്കണം എന്തിനാ, കമ്പനിയിലെ എംപ്ലോയിനെ കുറക്കാനാണ്. കമ്പനിയിൽ നഷ്ടമൊക്കെ വരുന്ന സമയത്ത് എംപ്ലോയീസിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് VRS ഒക്കെ കൊടുക്കുന്നത്. പിന്നെ അത് നമ്മൾ വേക്കൻസി എന്ത് ചെയ്യാൻ പാടില്ല, ഫില്ല് ചെയ്യാൻ പാടില്ല. ദ റിട്ടയറിങ് എംപ്ലോയി ഈസ് നോട്ട് ടു ബി എംപ്ലോയിഡ് ഇൻ അതർ ബിസിനസ് ബിലോങ്ങിങ് ടു ദ സെയിം മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മളിന്ന് റിട്ടയർഡായി നമ്മൾ വേറെ ബ്രാഞ്ചിലോ വേറെ ബിസിനസ്സിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവർ വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ VRS നമ്മൾ പിന്നെ അങ്ങനെ, അതായത് നമ്മൾ പിന്നെ പറഞ്ഞു 60 വയസ്സ് വരെ റിട്ടയർമെൻറ്റ്, പക്ഷെ നമ്മൾ 55 ആവും, 5 വർഷം സർവീസ് ബാക്കി വയ്ക്കുക, നിർത്തിപ്പോരും. അപ്പോൾ കമ്പനി നമുക്ക് വലിയൊരു എമൗണ്ട് തരും, ഒരു എമൗണ്ട് തരും, ലംസം എമൗണ്ട് തരും. ആ എമൗണ്ടിന് ടാക്സിൻ്റെ ഡിഡക്ഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് കണ്ടീഷൻ എമൗണ്ട് ഈക്വലൻ്റ് ടു 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റ് ഇയേഴ്സ് ഓഫ് സർവീസസ്. ദെൻ സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈ ബൈ ദ ബാലൻസ് മന്ത് ഓഫ് സർവീസസ് ലെഫ്റ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് ഓർ ഓൺ സൂപ്പർ ആനുവേഷൻ. ദെൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, ദെൻ മാക്സിമം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 lakh. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സാലറി തന്നെ, ബേസിക് സാലറി പ്ലസ് DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. നമ്മൾ HRൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പിന്നെ എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവിൻ്റെയൊക്കെ സാലറി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ പറയുന്നുണ്ട് എന്താണ്, എംപ്ലോയി പിന്നെ വേറൊരു പിന്നെ VRS ഇതിന് മുന്നേ വാങ്ങിയ എംപ്ലോയി ആവാൻ പാടില്ല എന്നും കൂടെ പറയുന്നുണ്ട് കണ്ടീഷനിൽ. അതൊന്നും നിങ്ങൾ വല്ലാതെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ പ്രോബ്ലം നോക്ക്. മിസ്റ്റർ ജോർജ് ഈസ് എംപ്ലോയിഡ് ഇൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആൻഡ് ഈസ് പെയ്ഡ് എ സം ഓഫ് ₹3 lakh ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഫ്രം സർവീസ്. അയാൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 3 ലക്ഷം രൂപ എന്താണ് വോളണ്ടറി റിട്ടയർമെൻറ്റ് സർവീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുവിധം പബ്ലിക് കമ്പനികൾ തന്നെയാണ് VRS കൊടുക്കാറുള്ളത് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മൾ BSNL കമ്പനി എന്താണ് എംപ്ലോയീസിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടി എംപ്ലോയീസിനോട് പറയാണ്, നിങ്ങൾക്ക് ഇത്ര രൂപ തരാം ഒന്നിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാമെന്ന്. ദ നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഇൻ ദ കമ്പനി 60 ആൻഡ് ജോർജ് ഹു വാസ് 45 അറ്റ് ദ റിട്ടയർമെൻറ്റ്. ശരിക്കും കമ്പനിയിൽ 60 വയസ്സാണ് റിട്ടയർമെൻറ്റ്, പക്ഷേ ജോർജിന് എന്താണ് 45 വയസ്സായിട്ടുള്ളൂ. ഹാഡ് കംപ്ലീറ്റഡ് 20 years ഓഫ് സർവീസ്, 20 വർഷം അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈസ് മന്ത്ലി സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ബേസിക് പേ ₹5,000, DA
50% ഇൻക്ലൂഡഡ് ഇൻ പെൻഷൻ. കാരണം 50% DP, അതായത് നമ്മൾ പറയുന്ന DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, നമുക്ക് ഇതിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന DA 50% ഉണ്ട്. HR 1500, കൺവെയൻ്റ് അലവൻസ് 400. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ തന്നതാണ്. നമുക്കറിയാം വോളണ്ടിയറി റിട്ടയർമെൻറ്റിൽ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക് സാലറി പ്ലസ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. അപ്പോൾ ഇവിടെ നമ്മൾ 3000-ൻ്റെ പകുതി 1500 എടുത്താൽ മതി കേട്ടോ. ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് 1500 വന്നത്? 3000-ൽ പകുതി എന്ത് വരുന്നുള്ളൂ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോ കണ്ടീഷനിലുള്ള DE നമ്മൾ മനസ്സിലാക്കണം. HR-ഒക്കെയുള്ള DE എങ്ങനെയാണ്, ഏതിലൊക്കെ DE ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് കാണാതെ പഠിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ 5000 പ്ലസ് 1500 6500. ദെൻ നമ്മളെന്താണ് ഫസ്റ്റ് കണ്ടീഷൻ, എമൗണ്ട് ഈക്വലൻ ടു 3 month സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ 3 മാസത്തെ ശമ്പളം 6500 ശമ്പളം. 3 മാസത്തെ ശമ്പളം എന്തിനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഫസ്റ്റ് കണ്ടീഷൻ അതല്ലേ, നോക്കൂ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പിന്നെ എമൗണ്ട് ഈക്വലൻ ടു 3 month സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ 3 പിന്നെ 6500 ഇൻറ്റു 3 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 3,90,000. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്, സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദി മന്ത്സ് ഓഫ് ബാലൻസ് ഓഫ് സർവീസ്. നമുക്കിനി എത്ര മന്താണ് സർവീസ് ബാക്കിയുള്ളത് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാലറിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റിട്ടയർമെൻറ്റിന് സമയത്ത് അയാൾ 45 വയസ്സായിരുന്നു അല്ലേ, അവിടെ 60 വർഷം വരെ സർവീസ് ഉണ്ട്. ബാക്കി എത്ര, 15 വർഷം. 15 വർഷം എന്ന് പറയുമ്പോൾ 180 മാസം. 15 ഇൻറ്റു 12 അങ്ങനെയാണ് 180 മാസം കിട്ടുന്നത്. അപ്പോൾ 180 ഇൻറ്റു 6500, അപ്പോൾ 11,70,000 കിട്ടും അല്ലേ. ആ ബാലൻസ് മന്ത് ശ്രദ്ധിക്കണം. 60 വയസ്സാണ് റിട്ടയർമെൻറ്റിൻ്റെ ഏജ് കമ്പനിയിൽ. ജോർജ് 45 വയസ്സുണ്ടായിരുന്നു. അയാൾ അവിടെ റിട്ടയർ ചെയ്യാതെ റിട്ടയർ ആവുന്നത് വരെ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് 15 വർഷം കൂടെ സർവീസ് ഉണ്ട്. അപ്പോൾ എത്ര മാസം ബാക്കിയുണ്ടാവും, 15 ഇൻറ്റു 12, അതാണ് 180. അപ്പോൾ ആ 180-നെ 6500 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് 3 lakh, മാക്സിമം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 lakh. ഇതിൽ ഏതാണോ ചെറിയ എമൗണ്ട് അതാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. നമ്മൾ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. 3 month സാലറിനെ കംപ്ലീറ്റ് ഇയേഴ്സ് ഓഫ് സർവീസ് കൊണ്ട് ചെയ്തു, പിന്നെ 1 month സാലറിനെ ബാലൻസ് മന്ത് കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ കിട്ടി. പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്ത് മാക്സിമം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 lakh, ആ നോട്ടിഫൈഡ് എമൗണ്ട്. ഇത് ഏതാണോ ഏറ്റവും ചെറുത് അതാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഏറ്റവും ചെറുത് 3 lakh ആണല്ലേ, ആക്ച്വൽ റിസീവ് ചെയ്യുന്ന എമൗണ്ടാണ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ഉണ്ടോ, ഇല്ല, ഫുള്ളി എന്താണ് എക്സംപ്റ്റ് ആണ്. നമുക്ക് VRSന് കിട്ടിയ കോമ്പൻസേഷൻ നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതോടെ നമ്മൾ എന്തായി, ടാക്സ് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഇതെന്തായി, ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഞാൻ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്റർ ഇന്ന് ക്ലോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ കുറച്ച് എറൗണ്ട് എനിക്ക് തോന്നുന്നത് 30 minutes വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലെങ്തി ആക്കി ചെയ്തത്. അപ്പോൾ VRS ഡിസ്കസ് ചെയ്തു, പിന്നെ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനും എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്.